ഈ ഷോപ്പിൻ്റെ വയറിംഗ് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇലക്ട്രിക് എന്താണ് തീപിടുത്തം കാരണമായത് എന്നത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണമാണ് പ്രധാനമായും നടക്കുക. അതൊരു പക്ഷേ സാധാരണ ഈ തീപിടുത്തം ഉണ്ടാകാറുള്ളത് ഈ ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അത് തന്നെയാണോ കാരണമെന്നുള്ളതായിരിക്കും പ്രാഥമികമായി വിദഗ്ധ സംഘം പരിശോധിക്കുക. മറ്റൊന്ന് ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ വയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ഗുണമേന്മയുള്ള വയറിംഗ് ഉപകരണങ്ങളാണോ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ആശങ്ക ചില ആളുകൾ നേരത്തെ കെ രാഘവൻ MP ഒക്കെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ച സമയത്ത് ആ രീതിയിലുള്ള ആശങ്കകളൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു. അതുകൂടി പരിശോധിക്കും. ഏതായാലും ഇന്ന് വിദഗ്ധ സംഘം പരിശോധിക്കുന്നുണ്ട്. അതിലൊരു പക്ഷേ തീപിടുത്തത്തിൻ്റെ കാരണമായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ഈ കോഴിക്കോട് നഗരത്തിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ നഗരത്തിൽ തുടർച്ചയായി തീപിടുത്തം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അണക്കാനുള്ള യാതൊരു സംവിധാനവും നഗരത്തിലില്ല. ഇതൊക്കെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്, ഇത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കാരണം ഇപ്പോൾ തുടർച്ചയായി തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. പുതിയ സ്റ്റാൻഡിൽ നേരത്തെ തീപിടുത്തമുണ്ടായി. അതുപോലെ ഇപ്പോൾ ജയലക്ഷ്മിയിൽ 2ാം തവണയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. അങ്ങനെ വലിയ തീപിടുത്തം, വൻ തീപിടുത്തങ്ങളാണ് നഗരത്തിൽ ഉണ്ടാകുന്നത്. അത് പെട്ടെന്ന് തന്നെ അണക്കാനുള്ളൊരു യാതൊരു സംവിധാനവും നഗരത്തിലില്ല എന്നുള്ളതാണ് ഇങ്ങനെ ആ ഒരു ആരോപണമായി ഈ തീപിടുത്തങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകുന്നത്. എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ മാത്രം ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, അല്ലെങ്കിൽ പിന്നീട് ചർച്ച ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നഗരത്തിൽ തന്നെ ബീച്ച് ഫയർഫോഴ്സാണുള്ളത്. ബീച്ച് ഫയർഫോഴ്സിനും അതിന് ആവശ്യമായിട്ടുള്ള ഫയർ യൂണിറ്റുകളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഒരു കാരണമാകും. അതായത് ഇത്തരം സംവിധാനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുന്നതിനൊരു കാരണമാകുമെന്നുള്ളത് കൂടിയാണ് ഈ തീപിടുത്തത്തിന് പിന്നാലെ ഉണ്ടായ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇവിടെ ഉണ്ടായ തീപിടുത്തം വലിയ ഈ 2-3 നിലകളാണ് തീപിടിച്ചിട്ടുണ്ടായിരുന്നത്. വസ്ത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം ഫെസ്റ്റിവൽ സീസണാണ് വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ പുതിയ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തീ പടരുകയായിരുന്നു. 2ാമത്തെ നിലയിലും 3ാമത്തെ നിലയിലും തീ പൂർണ്ണമായും അവിടെ കത്തി നശിച്ചു. അതിന് പിന്നാലെ നേരത്തെ തന്നെ ഇവിടെ സൈറൻ സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തീ ആരംഭിച്ച സമയത്ത് തന്നെ സൈറൻ അടിച്ചു. അങ്ങനെയാണ് ജീവനക്കാരെയൊക്കെ തന്നെ പുറത്തേക്ക് മാറ്റിയത്. അതോടുകൂടിയാണ് വലിയൊരു അപകടം ഒഴിവായത്. 2 ജീവനക്കാർക്ക് നിസ്സാര പരിക്കുകളുണ്ടായി എന്നതൊഴിച്ച് മറ്റാർക്കും തന്നെ വലിയ രീതിയിലുള്ള അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും ഇന്ന് വിദഗ്ധ പരിശോധന നടത്തുമ്പോൾ എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ അത് അറിയാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ വലിയൊരു പരിശോധന തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കെട്ടിടത്തിൽ തുടർച്ചയായി തീപിടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്ന് കൂടി ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നുണ്ട്. കാരണം കോർപ്പറേഷൻ ആയാലും ഇതുമായി കെട്ടിടത്തിൻ്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പെർമിറ്റ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംവിധാനങ്ങളാണോ കെട്ടിടത്തിലുള്ളത് എന്നുള്ളത് കൂടി പരിശോധിച്ചായിരിക്കും ഒരുപക്ഷെ ഈ കെട്ടിടത്തിൽ ലൈസൻസ് അടക്കമുള്ള നടപടികളിലേക്ക് കോർപ്പറേഷനും കടക്കുക. ഏതായാലും ആ കാര്യത്തിലൊക്കെ തന്നെ എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്നുള്ളത് ഈ പരിശോധനയ്ക്ക് ശേഷം മനസ്സിലാക്കാമെന്നുള്ളതാണ് പറയാൻ കഴിയുക. ഏതായാലും ഇതൊരു ഒറ്റപ്പെട്ട കെട്ടിടമായതുകൊണ്ടാണ് വലിയൊരു അപകടം, അതായത് തൊട്ടടുത്ത കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടയാനായത്. കാരണം നമുക്കറിയാം ജയലക്ഷ്മി എന്ന് പറയുന്നത് ഒരു ഒറ്റ കെട്ടിടമാണ്. അതിന് ചുറ്റും അതിനോട് അനുബന്ധമായ കെട്ടിടങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ തീ വലിയ രീതിയിൽ ആളി പടരുന്നത് തടയാനായത്. ഏതായാലും അങ്ങനെയാണ് വലിയൊരു അപകടത്തിൽ നിന്നും കടക്കുന്നത് തടയാനായത്. ഏതായാലും ഫയർഫോഴ്സിൻ്റെ ഇടപെടൽ തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഇങ്ങനെ തീ പൂർണ്ണമായും അണക്കാനായത്. ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് തീപിടുത്തം ആരംഭിച്ചത്. അതിനുശേഷം 10 മണിയോടെയാണ് ഈ തീ പൂർണ്ണമായും അണച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മടങ്ങിയത്. ഇപ്പോഴും അവിടെ അവസാന ഏതെങ്കിലും തരത്തിൽ ഈ റീഗ്നിഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് അവരുള്ളത്. വലിയ രീതിയിലുള്ള ഇടപെടൽ അവരുടെ ഭാഗത്തുണ്ടായത് തന്നെയാണ് ഇങ്ങനെ തീപിടുത്തം എത്രയും പെട്ടെന്ന് അത് അണക്കാനും അങ്ങനെ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ എളുപ്പമാക്കാനും കഴിഞ്ഞത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം ചെറിയ സംവിധാനം ഉപയോഗിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇത്ര വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഫയർ യൂണിറ്റുകൾ ആവശ്യമായി വരുന്നുണ്ട്. ഇന്നലെ തന്നെ 5-6 ഫയർ യൂണിറ്റുകൾ ഒരേ സമയം പ്രവർത്തിച്ചിട്ടാണ് തീ കുറേ കൂടി അത് ഒരു നിയന്ത്രണ വിധേയമാക്കാനായത്. എന്നാൽ പോലും
വീണ്ടും കത്തുന്നുണ്ടായിരുന്നു. അതുപോലും ഒരു പ്രായോഗിക സംവിധാനം എന്ന നിലയ്ക്ക് 6 യൂണിറ്റുകൾ പോലും പര്യാപ്തമല്ലായിരുന്നു. അതിനുശേഷം കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും വലിയ ഫയർ യൂണിറ്റുകൾ എത്തിച്ച് അങ്ങനെ തീപിടുത്തം കുറെ കൂടി ശക്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് കൂടിയാണ് തീപിടുത്തം നടക്കാനായത്. അതുകൊണ്ട് ഈ നഗരത്തിൽ ഫയർ യൂണിറ്റുകൾ ആവശ്യത്തിനില്ല എന്നുള്ള ഈ MP-യുടെ അടക്കം അത്ര ആരോപണങ്ങളൊക്കെ തന്നെ ശരിവെക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇന്നലെയും ഉണ്ടായത്. കാരണം അത്ര ഫയർ യൂണിറ്റുകൾ കുറെ കൂടി ശക്തമായ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ തീ അണക്കാനും ആ രീതിയിൽ ഇനിയും അങ്ങനെ വലിയ അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തടയാൻ ഉപകരിക്കുമെന്നുള്ളത് ഇന്നലെ തന്നെ കണ്ടതാണ്. അങ്ങനെ കുറെ കൂടി ശക്തമായ സംവിധാനങ്ങൾ വേണമെന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുമുണ്ട്.